ഹായ് എല്ലാവർക്കും ഉരുതെൻ്റെ പുതിയൊരു കിഡിൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് ബെല്ലൈക്കോട്ട് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ കിഡിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും പുതിയൊരു കിഡിലെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു കിഡിലെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഫിയാണ്. നിങ്ങളെല്ലാവരും കേട്ട് കാണും ഡൽഗോണ കോഫി എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മൾ അത് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ നമ്മുടെ ഡൽഗോണ കോഫിക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്താണെന്ന് നോക്കാം. നമുക്ക് ബ്രൂ വേണം. ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മളത് പൊട്ടിക്കുന്നു. നമ്മൾ ചെറിയ പാക്കറ്റാണ് മേടിച്ചത്. ഓക്കെ, നമ്മളത് പൊട്ടിക്കുന്നു. നമ്മുടെ ചെറിയതായിട്ടുള്ള 2 രൂപയുടെ പാക്കറ്റ് ഒരെണ്ണം നമുക്ക് മേടിച്ചാലും മതി. അത് നമുക്ക് ഒരു 2 ടീസ്പൂൺ നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, 2 ടീസ്പൂണാണ് നമ്മൾ ഇടുന്നത്. എല്ലാം ഇതിനകത്ത് കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചസാര ഇടുകയാണ്. അതും 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇടുന്നത്. എല്ലാം 2 എന്ന് വെച്ചാണ് നമ്മൾ ഇടുന്നത്. നമ്മളൊരു കോഫിക്കുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം 2 ടീസ്പൂൺ പഞ്ചസാരയും നമ്മൾ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഒഴിക്കാൻ പോകുന്നത് അല്പം 2 ടീസ്പൂൺ വെള്ളമാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ 2 ടീസ്പൂൺ വെള്ളം നമ്മൾ ഒഴിച്ച് കഴിഞ്ഞു. ജസ്റ്റ് അതിന് ശേഷം നമ്മളത് നല്ല രീതിയിൽ ഇളക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു 15-20 മിനിറ്റോളം നമ്മളിത് ഇളക്കണം. ഓക്കെ, ഞാൻ ഇതിൻ്റെ കളറ് മാറുന്നത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഓക്കെ, ഒരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കില്ല മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ചാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് കൈകൊണ്ട് ഇളക്കി ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ നല്ല കിട്ടിക്കാനായിട്ടൊരു വലിയ സ്പൂണൊക്കെ ഇട്ട് നമ്മളൊന്ന് ഇളക്കി നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും നേരമല്ല, കുറച്ചും കൂടി നേരം നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ ഇങ്ങനെ കിട്ടിക്കാനായിട്ട് അങ്ങോട്ട് ഇളക്കിയപ്പോഴത്തേന് അതിൻ്റെ കളറൊക്കെ മാറി നല്ല കിട്ടിക്ക സൂപ്പറായിട്ട് നമ്മൾ ചോക്ലേറ്റൊക്കെ വരുന്ന പോലെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പാലാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി പാല് തിളപ്പിച്ച് നമുക്കൊരു ഗ്ലാസ്സിനകത്ത് നമുക്ക് അതിൻ്റെ ഫുള്ള് വേണ്ട, അതിൻ്റെ എന്നാലും 3/4 ഭാഗം നമുക്ക് പാല് എടുത്തിട്ട് ഈ ഡൽഗോണ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കോഫിയുടെ അത് നമുക്ക് മേളിലൊന്ന് ഒഴിച്ച് കൊടുത്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ജസ്റ്റ് ഒരു വെറൈറ്റി സാധനമാണ്. സാധാ നമ്മുടെ കാപ്പിയുടെ കണക്ക് തന്നെ, പക്ഷേ ജസ്റ്റ് ഒരു വെറൈറ്റി ഉണ്ട് സാധനം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നേരത്തെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.